അല്ലാഹുവിന് നമ്മയും നമ്മുടെ ഇഷ്ടക്കാരെയൊക്കെ ജീവിപ്പിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ, ഫായിസീങ്ങളിൽ, മുത്തഖികളിൽ അല്ലാഹുവിന് നമ്മയും നമ്മുടെ ഭാര്യമക്കളെയും ഇഷ്ടക്കാരെയും ഒക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വഗ്ഫിർ ലനാ വലിവാലിദീനാ യാ ഗാഫിറൽ മുദ്നിബീൻ. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ അശ്റാത്തി സാഅത്തി, ഖിയാമത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്, മുന്നൊരുക്കങ്ങളിൽപ്പെട്ടതാണ് അൻ യുർഫഅൽ ഇൽമു, ഇൽമു ഉയർത്തപ്പെടുക, വയസ്ബുത്തൽ ജഹ്ലു, വിവരക്കേട് സ്ഥാപിക്കപ്പെടുക എന്നത് ഖിയാമത്തിൻ്റെ മുന്നൊരുക്കമാണ്, അടയാളമാണ്, മുമ്പേ നടക്കുന്ന കാര്യമാണ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് വളരെ വ്യക്തമായി തന്നെ ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകം അറിവില്ലായ്മയെ താലോലിക്കപ്പെടുന്ന, അറിവിനെ ഒഴിവാക്കപ്പെടുന്ന, അറിവ് വെറും തോന്നലുകളായി മാത്രം അതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം അറിവില്ലായ്മ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു അന്നാസു അഴുതാവുമാ ജഹിലു, മനുഷ്യൻ അവൻ അറിയാത്തതിൻ്റെ ശത്രുവാണ് എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ നമ്മുടെ അറിവില്ലായ്മ നമ്മെ പലതിൻ്റെയും ശത്രുക്കളായി മാറ്റുകയാണ്. അറിവില്ലായ്മയാണ് ഈ ശത്രുതയുടെ മുഴുവൻ കാരണമായി ഏത് വിഷയമെടുത്താലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് മുഴുവൻ വിളമ്പപ്പെടുന്നത്, പ്രചരിപ്പിക്കപ്പെടുന്നത്, ചർച്ച ചെയ്യപ്പെടുന്നത് വെറുപ്പിൻ്റെ രാഷ്ട്രീയം, അല്ലെങ്കിൽ വെറുപ്പിൻ്റെ മതം, അല്ലെങ്കിൽ വെറുപ്പിൻ്റെ സംഘം, അല്ലെങ്കിൽ വെറുപ്പിൻ്റെ പാർട്ടി, അല്ലെങ്കിൽ വെറുപ്പിൻ്റെ കുടുംബം. ഇങ്ങനെ എല്ലാ മേഖലകളിലും വെറുപ്പാണ്, ശത്രുതയാണ് ഇന്ന് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വെറുപ്പിനാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സ്വാധീനവും. അതാണ് ജനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായി വരുന്നതും അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിവ് നേടിക്കഴിഞ്ഞാൽ എല്ലാ ശത്രുക്കളും, നമ്മൾ ശത്രുവായി കാണുന്ന പലതും നമ്മുടെ മിത്രമായി നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ആ വസ്തുക്കളെ പറ്റി അറിഞ്ഞുകൂടാ. നമുക്കറിയാത്ത ഒന്ന് എപ്പോഴും നമ്മുടെ ശത്രുവായിരിക്കും. അത് മതമായാലും രാഷ്ട്രീയമായാലും സംഘടനയായാലും സംഘമായാലും അന്യ നാട്ടുകാരായാലും അന്യ സംസ്ഥാനക്കാരായാലും നമുക്കറിയാത്തവരൊക്കെ നമ്മുടെ ശത്രുവായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയും ഈ ശത്രുത സംസാരത്തിലും പ്രസംഗത്തിലും കുടുംബത്തിലും നാട്ടിലും സമൂഹത്തിലും രാജ്യങ്ങളിലുമൊക്കെ ഈ അകൽച്ച, ഈ വെറുപ്പ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സയഅതി അലാ ഉമ്മത്തി സമാൻ, എൻ്റെ സമുദായത്തിൽ ഒരു കാലം വരാൻ പോകുന്നുണ്ട്. എൻ്റെ സമുദായത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നതായിട്ട് കാണാം. കസീറുൻ ഖുതബാഉഹു, ആ കാലഘട്ടത്തിൽ പ്രാസംഗികന്മാർ ധാരാളം ഉണ്ടാകും. പ്രസംഗിക്കുന്ന ആളുകൾ ധാരാളമായി പ്രാസംഗികന്മാരുണ്ടാകും. ആളുകളെ പിടിച്ചു നിർത്താനും 2 മണിക്കൂറും 4 മണിക്കൂറും ഒക്കെ പ്രസംഗിക്കാൻ കഴിയുന്ന ആളുകൾ ധാരാളമാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഖലീലുൻ ഫുഖഹാഉഹു, വിവരമുള്ളവർ അക്കാലഘട്ടത്തിൽ വളരെ കുറവായിരിക്കുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. വിവരമുണ്ടാവില്ല. എന്താണ് ജനങ്ങളോട് പറയേണ്ടത്, എങ്ങനെയാണ് ജനങ്ങളെ ഒന്നിപ്പിക്കേണ്ടത്, എവിടെയാണ് അകൽച്ച ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ശത്രുത ഉണ്ടാകുന്നത് എന്നൊന്നും തിരിയാതെ പരസ്പരം ശത്രുക്കളെ സൃഷ്ടിക്കപ്പെടുന്ന, അകൽച്ച ഉണ്ടാക്കുന്ന, വെറുപ്പ് വിതരണം ചെയ്യുന്ന പ്രസംഗങ്ങൾ മാറുന്ന ഒരു കാലം വരുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. ഇന്ന് അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അകൽച്ച, സമൂഹത്തിൽ ഓരോരുത്തരും, മാതാപിതാക്കൾ മക്കളിൽ നിന്ന് അകലുകയാണ്, മക്കൾ മാതാപിതാക്കളിൽ നിന്ന് അകലുകയാണ്, അതേപോലെ ഭാര്യ ഭർത്താവിൽ നിന്ന് അകലുകയാണ്, അതേപോലെ അയൽവാസികൾ തമ്മിൽ അകലുകയാണ്, അതേപോലെ നാട്ടുകാർ തമ്മിൽ അകലുകയാണ്, സത്യവിശ്വാസികൾ തമ്മിൽ അകലുകയാണ്. എല്ലാം അകൽച്ചയാണ്. ഇത് എവിടെ നിന്നുണ്ടാകുന്നു? ഇതിന് സാധാരണക്കാരായ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. ഇപ്പം അടുത്തൊരു മുസ്ലിയാരുടെ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. വിദ്യാർത്ഥി സംഘത്തോട് പ്രസംഗിക്കുന്ന ഒരു പ്രാസംഗികൻ, പേര് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയുന്ന വലിയ കോജ, അയാൾ പ്രസംഗിക്കുകയാണ്. അയാൾ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ പറയുകയാണ്,
നമുക്കിടയിൽ നരകം കൊണ്ട് കൽപ്പിക്കപ്പെട്ട നരകപാപികളായ രണ്ട് വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അവരാരൊക്കെയാണ് എന്ന് കാര്യമായി ചോദിക്കുകയാണ് ഒരു ഉസ്താദ്, ഒരു മൂലയിൽ. അപ്പൊ കുട്ടികൾ പറയുകയാണ് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദുമാണ് എന്ന് കുട്ടികൾ മറുപടി പറയുക. കാരണം കുട്ടികൾക്ക് നേരത്തെ പഠിപ്പിച്ചു കൊടുത്തതാ, കുട്ടികളത് പറയാതിരിക്കൂല. പക്ഷെ എന്താ ഇവിടെ സംഭവിച്ചതറിയോ നിങ്ങൾ? നമ്മളൊരാളെ കാഫറാക്കിയിട്ട് നരകപാപിയാക്കിയാൽ അയാൾ ആ കുഫർ എന്ന വാക്കിന് അർഹതപ്പെട്ടവനല്ലെങ്കിൽ നമ്മളിലേക്ക് തിരിച്ചു വരും ഈ വാക്ക്. ആരാണ് കാഫിർ, ആരാണ് മുസ്ലിം എന്ന് പോലും ഈ സമുദായത്തിലെ പ്രാസംഗികന്മാർക്ക് പോലും അറിഞ്ഞുകൂടാ. ആരെയാണ് നരകത്തിലാക്കുന്നത്, ആരെയാണ് കാഫിറാക്കുന്നത് എന്ന് അറിഞ്ഞുകൂടാ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മിൻ അസ്ലിൽ ഈമാൻ, ഈമാന്റെ മൊരടിൽപ്പെട്ടതാണ്, ഈമാന്റെ മൊരടാണ് അൽ കഫു അമ്മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാളെ പറ്റി ഇനി അങ്ങനെ പറയാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാളെ പറ്റി അവൻ കാഫിറാണെന്നോ അവൻ നരകപാപിയാണെന്നോ വിധിക്കുക എന്നത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. എത്ര മോശമാണ് നമ്മൾ ആലോചിക്കുക. ഇന്ന് നമുക്കതൊരു കുറ്റമേ അല്ല. ചീത്ത പറയുന്നതിനേക്കാൾ വലിയ ലാഘവത്തോടു കൂടെയാണ് ഒരാൾ മറ്റൊരാളെ മുശ്രിക്കാക്കുന്നത്, ഒരാൾ മറ്റൊരാളെ കാഫിറാക്കുന്നത്. എന്ത് അപകടകരമായ ഒരു അവസ്ഥയാണിത്. നമുക്കതിന് അധികാരമില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ നുകഫിറുഹു ബിദംബിൻ, ഒരാളെയും എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ അവനെ പറ്റി കാഫിർ എന്ന് പറയൂല. ഒരു മുസ്ലിമായ മനുഷ്യൻ കള്ളു കുടിച്ചു, പരസ്യമായിട്ട് അവൻ കള്ളു കുടിക്കുന്നത് നമ്മൾ കണ്ടു, എന്നാലും നമ്മൾ അവനെ പറ്റി കാഫിർ എന്ന് പറയൂല. ആരാ പറയണത്? റസൂലുള്ളാ പറഞ്ഞതാ. അല്ലാതെ റസൂലിന്റെ ദീനിന്റെ നിയമാത്. ലാ നുകഫിറുഹു ബിദംബിൻ, അവൻ ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ നമ്മൾ അവനെ കാഫിറാക്കൂല. വലാ നുഖ്രിജുഹു മിനൽ ഇസ്ലാമി ബിഅമലിൻ, ഒരു മോശം പ്രവൃത്തി ചെയ്തതിന്റെ പേരിൽ, ഒരു പാപം ചെയ്തതിന്റെ പേരിൽ നമ്മൾ അവനെ ഇസ്ലാം എന്ന് പുറത്താക്കുകയുമില്ല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഇവിടെ വളരെ പ്രസിദ്ധമായി നിലനിൽക്കുകയാണ്. അത്തരമൊരവസ്ഥയിലാണ് നമ്മൾ കാഫിറാക്കാൻ വല്ല മാർഗണ്ട നോക്കി നടക്കുമ്പോൾ, ഒരാളെ എങ്ങനെയെങ്കിലും മുസ്ലിമാക്കാൻ വല്ല മാർഗണ്ട നോക്കുകയല്ല. ഒരാളെ മുശ്രിക്കാക്കാൻ എന്താ മാർഗം, ഒരാളെ കാഫിറാക്കാൻ എന്താ മാർഗം? ഒരു വിഭാഗം മുശ്രിക്കാക്ക, കബറിങ്ങ പോയവനൊക്കെ മുശ്രിക്ക്, പതിരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞവനൊക്കെ മുശ്രിക്ക്. മറുഭാഗത്ത് ജമാഅത്തുകാരും വഹാബികളും ഒക്കെ കാഫിറുകൾ. ഇങ്ങനെ പരസ്പരം കാഫിറാക്കുകയും മുശ്രിക്കാക്കുകയും ചെയ്യുമ്പോൾ ആരാണ് മുസ്ലിം എന്ന് ചോദിച്ചാൽ ഇവർക്ക് ഇസ്ലാം എന്തെന്നും മുസ്ലിം എന്തെന്നും തിരിഞ്ഞിട്ടില്ലെന്ന് പറയേണ്ടി വരികയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, ആരാണ് മുസ്ലിം? മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മൻ സ്വല്ലാ സ്വലാതന, നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം നിസ്കരിച്ചു, 5 നേരം നിസ്കാരം, സുബഹിയും ലൊഹറും അസറും മഗ്രിബി ഇശാ നിസ്കരിക്കുന്നുണ്ട്. 5 നേരമുള്ള നിസ്കാരത്തെ അവൻ നിഷേധിക്കുന്നില്ല. നിസ്കരിക്കട്ടെ നിസ്കരിക്കാതിരിക്കട്ടെ, അവൻ അതിന്റെ വുജൂബ് അവൻ നിഷേധിക്കുന്നില്ല. വസ്തഖ്ബല ഖിബ്ലതന, നമ്മുടെ കിബിലയിലേക്ക് അവൻ മുന്നിടുകയും ചെയ്തു. കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവൻ നിസ്കരിക്കുകയും ചെയ്തു. വഅഖല ദബീഹതന, നമ്മൾ അറുത്തത് അവൻ തിന്നുകയും ചെയ്യുന്നുണ്ട്. അവൻ ഫദാലിക്കൽ മുസ്ലിം അല്ലദീ ലഹു ദിമ്മത്തുല്ലാഹി വദിമ്മത്തു റസൂലിഹി, അല്ലാഹുവിന്റെയും അവന്റെ പ്രവാചകന്റെയും സംരക്ഷണം, സുരക്ഷിതത്വം നൽകപ്പെട്ട യഥാർത്ഥ മുസ്ലിമാണ് ആ മനുഷ്യനെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുകൊണ്ട് ഫലാ തഖ്ഫിറൂഹു ഫലാ തഖ്ഫിറുല്ലാഹ ബി ദിമ്മത്തിഹി, അല്ലാഹു നൽകിയ ആ സുരക്ഷിതത്വം, ആ അഭയം നിങ്ങൾ പറിച്ച് ചീന്തരുത്, നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് എൻ്റെ മുഅ്മിനുകളെ, നമ്മൾ ആലോചിക്കുക, നമ്മൾ മുസ്ലിം ആരെന്ന് പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഓരോരുത്തരെ കാഫിറാക്കുകയല്ല നമ്മുടെ പണി. അല്ലാഹു നമ്മളെ അത് ഏൽപ്പിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ എന്തിനാ നമ്മൾ ഈ വേണ്ടാത്തതിനൊക്കെ നിൽക്കുന്നത്? നമുക്ക് നമ്മളെ മുസ്ലിം ആകാൻ തന്നെ തിരിഞ്ഞിട്ടില്ല, എന്നിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ കാഫിറാക്കാനും മറ്റുള്ളവരെ ഇസ്ലാം എന്ന് പുറത്താക്കാനും നമ്മളൊക്കെ പരിശ്രമിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത 6 കാര്യങ്ങളിൽ അവന് ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട്. ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, അത്തരത്തിൽപ്പെട്ട ഒരു മുസ്ലിം, 14 തിരിഞ്ഞ് 5 നേരം നിസ്കരിക്കുന്ന, നമ്മൾ അർത്ഥത് തിന്നുന്ന
ഒരു കിബിലയ്ക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ഒരു മുസ്ലിമിനെ കണ്ടാൽ നീ സലാം പറയുക. അവന്റെ രക്തം നീ പരിശോധിക്കണ്ട, അവന്റെ ഗ്രൂപ്പ് നീ പരിശോധിക്കണ്ട, അവന്റെ പാർട്ടിയും നീ പരിശോധിക്കണ്ട, അവനോട് നീ സലാം പറയുക. അവൻ നിന്നെ കല്യാണത്തിന് ക്ഷണിച്ചാല് ഫാജിബുഹു, ആ ക്ഷണം നീ സ്വീകരിക്കുക. അവൻ നിന്നോട് വല്ല ഗുണകാംക്ഷയും തേടിയാല്, വല്ല ഉപദേശം തേടിയാല്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരാള് ചോദിച്ചാല്, ഒരു മുസ്ലിം നിന്നോടൊരു ഉപദേശം തേടിയാൽ ഫൻസഹ്ലഹു, അവൻ ഏറ്റവും ഗുണകരമായത് നീ അവന് പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നതാണിത്, ഏതെങ്കിലും മൂല്യര് പറയുന്നതല്ല. ഫൻസഹ്ലഹു, അവന് ഏറ്റവും ഗുണകരമായത് നീ അവന് പറഞ്ഞു കൊടുക്കുക. അവൻ തുമ്മുകയും അൽഹംദുലില്ലാ എന്ന് പറയുകയും ചെയ്താൽ നീ എന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുക. അവൻ രോഗിയായാൽ നീ അവന്റെ രോഗ സന്ദർശനം നടത്തുക. അവൻ മരിച്ചാൽ അവന്റെ ജനാസ സംസ്കരണത്തിൽ നീ പങ്കെടുക്കുക. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം. ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. അവൻ ആരോ ആയിക്കോട്ടെ, ബാക്കി അവന്റെ കാര്യം അള്ള തീരുമാനിച്ചോളൂ. അവനെ സ്വർഗത്തിലാക്കണോ നരകത്തിലാക്കണോ നമ്മുടെ കാര്യം തീരുമാനമായിട്ടില്ല. അതിന് വെപ്രാളത്തിലാണ് നമ്മളൊക്കെ. പിന്നെ വേറുള്ളവരെ നമ്മൾ എന്തിനാ നരകത്തിലാക്കാൻ നിൽക്കുന്നത്? നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ടതാണിത്. നമ്മളൊരാളെ നരകത്തിലാക്കുമ്പോ അള്ളാഹു നമ്മളോട് കോപിക്കും. കാരണം നമുക്കതിന് അധികാരമില്ല. അത് അള്ളാഹിന്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതാ. ഒരാളെ നരകത്തിലാക്കണോ സ്വർഗത്തിലാക്കണോ തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. നമുക്കതിന് അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യനോടുള്ള ബാധ്യത വസ്ലുഹു, അവൻ മരിച്ചാൽ അവനെ കുളിപ്പിക്കലും, വതക്ഫീനുഹു, അവനെ കഫൻ ചെയ്യലും, വസ്സലാത്തു അലൈഹി, അവന്റെ മേൽ നിസ്കരിക്കലും, വദഫ്നുഹു, അവനെ മറയടക്കലും ഫുറൂദ് കിഫായ, ജീവിച്ചിരിക്കുന്നവർക്ക് ഫർളാണ്. ജീവിച്ചിരിക്കുന്ന നമുക്ക് ഫർളാണ്. അവൻ നമ്മുടെ പാർട്ടിക്കാരനല്ല, അതുകൊണ്ട് അവനെ കുളിപ്പിക്കണ്ട. നമ്മളുടെ പാർട്ടിക്കാരനല്ല, അതുകൊണ്ട് അവനെ കഫൻ ചെയ്യണ്ട. നമ്മളുടെ പാർട്ടിക്കാരനല്ല, അതുകൊണ്ട് അവന്റെ മേൽ നിസ്കരിക്കണ്ട. നമ്മളുടെ പാർട്ടിക്കാരനല്ല, അവനെ ഖബറടക്കണ്ട എന്ന് വെച്ചാൽ നാറിയിട്ട് പുഴുത്തിട്ട് മനുഷ്യനിവിടെ ജീവിക്കേണ്ട കൂട്ടരെ, അതെങ്കിലും ഒന്ന് ആലോചിച്ചുകൂടെ? അത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. ആരൊക്കെ തീവ്രതയുടെ പേരിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഇമാമുകളോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അത് അനുവദിച്ചിട്ടില്ല. ഇനി പരസ്യമായി തെമ്മാടിത്തരം ചെയ്യുന്ന കള്ളുകുടിയന്മാർ, വ്യഭിചാരികൾ, അങ്ങനെയുള്ള മഹാപാപികളായ തെമ്മാടികൾ, അതുപോലെ വിശ്വാസപരമായി പഴിച്ച മുബ്തദീകൾ, നമ്മുടെ വിശ്വാസത്തിന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിന് വിരുദ്ധമായി വിശ്വസിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച എന്താണ് തീരുമാനമെന്ന് ഹനഫി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനായ മുല്ല അലിയുൽ ഖാരി അദ്ദേഹത്തിന്റെ മിർകാത്തുൽ മസാബിഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം. അസ്സവാബു ഇൻദൽ അക്സരീന മിൻ ഉലമാഇ സലഫി വൽ ഖലഫ്, പൂർവഗാമികളും മുൻഗാമികളും പിൻഗാമികളുമായ അധിക പണ്ഡിതന്മാരുടെ അടുക്കലുമുള്ള സത്യം, യാഥാർത്ഥ്യം, അന്ന ലാ നുകഫിറു അഹ്ലൽ ബിദഅഇ വൽ അഹ്വാഇ, തന്നിഷ്ടം പ്രവർത്തിച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ പുത്തൻ ആശയം സ്വീകരിച്ചതിന്റെ പേരിലോ പുതിയ പാർട്ടിക്കാരനായതിന്റെ പേരിലോ നമ്മൾ ഒരാളെയും കാഫിറാക്കുകയില്ല. ഇല്ല ഇൻ അതൗ ബിമുകഫിരിൻ സ്വരീഹിൻ, വ്യക്തമായ കുഫർ. ഖാദിയാനികളെയൊക്കെ പോലെ പ്രവാചകന്റെ അന്ത്യപ്രവാചകത്വം റസൂലുള്ളാഹി തങ്ങളുടെ ഖതുമുൻ നുബുവത്ത് നിഷേധിച്ചുകൊണ്ട് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന പഞ്ചാബുകാരൻ പ്രവാചകനാണ് എന്ന് വിശ്വസിച്ച ഖാദിയാനികളെ പോലെ അവർ സ്വരീഹായ വ്യക്തമായ കുഫറാണ് അവർ കൊണ്ടുവന്നത്, അവർ പറയുന്നത്, അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവരെ ലോക മുസ്ലിമീങ്ങൾ കാഫിറുകൾ എന്ന് പറയും. എന്തിന്റെ പേരില്? ഖതുമുൻ നുബുവത്ത് നിഷേധിച്ച് പുതിയ പ്രവാചകത്വം, ഇനിയും പ്രവാചകന്മാർ വരാം എന്ന് വിശ്വസിച്ചതിന്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഒരു കുഫർ കൊണ്ടുവന്നാലല്ലാതെ വ്യക്തമായ കുഫർ വ്യാഖ്യാനിക്കാൻ ഇടവില്ലാത്ത വിധം
വ്യാഖ്യാനിച്ച് രക്ഷപ്പെടാൻ കഴിയാത്ത വിധമുള്ള കുഫർ കൊണ്ടുവന്നാലല്ലാതെ ഒരാളെ പറ്റി കാഫിർ എന്ന് നമുക്ക് പറയാൻ പാടില്ല. നെഹ്നു നഹ്കുമു ലാ നഹ്കുമു ബില്ലവാഹിരി. ഒരാൾ പൊട്ടു തൊട്ടു ഒരാജ്യേര് അല്ലെങ്കിൽ ഒരു 5 നേരം നിസ്കരിക്കുന്ന ആളെ നമ്മൾ ഒരു ദിവസം കണ്ടത് ഒരു പൊട്ട് തൊട്ടിട്ടാ കണ്ടത്, അല്ലെങ്കിൽ ഒരു പൂണോലിട്ടിട്ടാ കണ്ടത്, അല്ലെങ്കിൽ കാവി ധരിച്ചിട്ടാ കണ്ടത് വെച്ചിട്ട് നമുക്ക് അയാളെ കാഫറാക്കാൻ പറ്റൂല. കാരണം അയാൾ എന്തിനാണ് പൊട്ട് തൊട്ടത്, എന്തിനാണ് പൂണോലിട്ടത്, എന്തിനാണ് വേറെ വേഷം കെട്ടിയത്, അത് അയാളോട് ചോദിക്കണം. അത് അയാളും അയാളുടെ പഠിച്ചോടും തമ്മിൽ അതൊരു അമലാണ്, അത് വിശ്വാസമല്ല. വിശ്വസിച്ചാലേ കാഫറാകൂ. അയാൾ എന്താണ് വിശ്വസിച്ചത്? എന്ത് വിശ്വാസത്തിന്റെ പേരിലാണ് കാവി ധരിച്ചത്? എന്ത് വിശ്വാസത്തിന്റെ പേരിലാണ് പൊട്ട് ധരിച്ചത്? എന്ത് വിശ്വാസത്തിന്റെ പേരിലാണ് അയാൾ പൂണൂലിട്ടത് എന്ന് അയാളോടാ ചോദിക്കേണ്ടത്. നമ്മൾ ഈ കണ്ടത് വെച്ച് വിധി പറയാൻ പാടില്ല. നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാന പ്രമാണമായ ഷറഹുൽ അഖായിദയിലെ വാക്കാണ് ഞാൻ ഉദ്ധരിച്ചത്. നെഹ്നു നഹ്കുമു നഹ്നു ലാ നഹ്കുമു ബില്ലവാഹിരി. പ്രത്യക്ഷമായി കണ്ടത് കൊണ്ട് നമ്മൾക്ക് വിധി പറയാൻ പറ്റൂല. അവന്റെ ഉള്ളെന്താണ് എന്ന് അവനോട് തന്നെ ചോദിച്ചു നോക്കിയിട്ട് വിധി പറയാവൂ എന്നാണ് സുന്നത്ത് ജമാഅത്ത്. ഇല്ലാതെ ആരോ ഒരാൾ എന്തോ കാട്ടിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കാഫിറാക്കുക. അങ്ങനെ കാഫിറാക്കി അവസാനം സ്വർഗത്തിൽ പോകാൻ ആരും ഉണ്ടാവില്ല. ഈ കണക്കിന് കാഫിറാക്കിയാൽ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. അതുകൊണ്ട് ഈ സ്വഭാവം ശരിയല്ല. നമ്മളെല്ലാ മുഅ്മിനുകളെയും നന്നായിട്ട് കാണണം. എല്ലാവരും നല്ലവരാണ്, എല്ലാ മുസ്ലിമീങ്ങളും നല്ലവരാണ്. വമിൻ സമ്മ, ഇക്കാരണം കൊണ്ട് മുല്ല അലിയിൽ കാരി പറയുന്നു, വമിൻ സമ്മ ലം യസറിൽ ഉലമാഉ, പണ്ഡിതന്മാർ ഇക്കാലം വരെ ആയിരുന്നു യുആമിലൂനഹും, പുത്തനാശയക്കാരും മുബ്തദീകളും ഫാസിക്കുകളുമായ ആളുകളോട് അവർ പെരുമാറിയിരുന്നത് മുആമലത്തുൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളോട് പെരുമാറും പോലെ തന്നെയാണ്. ഫീ നിക്കാഹിഹിം, അവരെ വിവാഹം ചെയ്യുന്ന കാര്യത്തിലും, വഇൻകാഹിഹിം, അവർക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന കാര്യത്തിലും, വസ്വലാത്തി അലാ മൗതാഹും, അവരിൽ നിന്ന് മരിച്ചവരുടെ മേലിൽ നിസ്കരിക്കുന്ന കാര്യത്തിലും, വദഫ്നിഹിം ഫീ മഖാബിരിഹിം, മുസ്ലിമീങ്ങളുടെ പള്ളിത്തൊടിയിൽ, മുസ്ലിമീങ്ങളുടെ മഖബറയിൽ അവരെ മറയടക്കുന്ന കാര്യത്തിലുമൊക്കെ മുസ്ലിമീങ്ങളുടെ നിയമമാണ്. വിദേഹത്തുകാരായ ആളുകൾ, മുജാഹിദാവട്ടെ ജമാഅത്താവട്ടെ ഈ വേറെ വല്ലതുമാവട്ടെ, അവരോട് അങ്ങനെയാ പെരുമാറേണ്ടത് എന്നാണ് നമ്മുടെ ഇമാമുകൾ. മുല്ല അലിയിൽ കാരി ഹനഫി മദ്ഹബിലെ പ്രഗത്ഭ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ മിർകാത്തുൽ മസാബീഹ് 1-ാം വാള്യം 148-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഇപ്പൊ പലപ്പോഴും നമ്മുടെ ഭിന്നിപ്പ്, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രസംഗങ്ങൾ അതിരിവിടുകയാണ്. പലരെയും നമ്മൾ കാഫിറാക്കുകയാണ്. പലരെയും നമ്മൾ നരകത്തിലേക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടുന്ന ഒരവസ്ഥയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു, നിങ്ങൾ മുമ്പ് വേദം നൽകപ്പെട്ട ആളുകൾ ഛിന്ന ഭിന്നമായതുപോലെ പരസ്പരം തർക്കിച്ച് അവിഹിതമായ തർക്കങ്ങളിൽ ഏർപ്പെട്ട് തർക്കം അതിരുവിടുന്നവരാവരുത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം, ഇന്നമാ യുറാദു ബിഹിൽ ഇഖ്തിലാഫു ഫിൽ അഖീദതി വഫി ഉസൂലിദ്ദീൻ. അല്ലാഹു തആല നിങ്ങൾ തർക്കിക്കരുത് എന്ന് പറഞ്ഞത് എവിടെയാ? ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങളിലാ. വിശ്വാസ കാര്യങ്ങളിലും അടിസ്ഥാന പ്രമാണങ്ങളിലും നിങ്ങൾ ഒരിക്കലും തർക്കിക്കുന്നവരും ഇഖ്തിലാഫുള്ളവരും ഭിന്നിപ്പുള്ളവരുമാകരുത്. അതിൽ പറ്റൂല. അമ്മൽ ഇഖ്തിലാഫു ഫിൽ ഫുറൂഇ, എന്നാൽ പ്രവൃത്തിപരമായ കാര്യങ്ങൾ, കൈ എവിടെ കെട്ടണം, കുനു തോതന ഓതണ്ടയോ, ഇങ്ങനെയുള്ള ഫുറൂഇയായ ശാഖാപരമായ കർമ്മപരമായ കാര്യത്തിൽ തർക്കിക്കുക, വിവാദമുണ്ടാവുക എന്നത് കമഖ്തലഫൽ അഇമ്മത്തുൽ മുജ്തഹിദൂന, മുജ്തഹിദുകളായ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ടായതുപോലെ അതിൽ തർക്കമുണ്ടാകൽ ഫദാലിക മിനൽ യുസ്രി ഫി ശരീഅത്തി, അത് ശരീഅത്ത് നമുക്ക് നൽകുന്ന ആനുകൂല്യമാണ്. ഇസ്ലാം നമുക്ക് നൽകുന്ന ഇളവാണ്. ആ ഇളവിന്റെ പേരിലാണ് നമ്മൾ തർക്കിക്കുന്നത്. കമാനബ്ബഹ അലാ ദാലികൽ ഉലമാഉ, അത് പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഉണർത്തിപ്പോയിട്ടുള്ള കാര്യവുമാണ് എന്ന് സഫുവത്ത് തഫാസീറിൽ മുഹമ്മദ് അലി സാബൂനി രേഖപ്പെടുത്തുന്നത് കാണാം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായ കാര്യങ്ങളിൽ, ഈമാൻ കാര്യങ്ങളിൽ നമ്മൾ തർക്കിക്കരുത്. അള്ളാഹുവിലും പ്രവാചകരിലും അതേപോലെ ഖബർ ശിക്ഷയിലും മുങ്കർ നക്കീർ ചോദ്യത്തിലുമൊക്കെ അങ്ങനെയുള്ള വിശ്വാസപരമായ അടിസ്ഥാനപരമായ
ദീനിൽ ലറൂറത്ത് കൊണ്ട് അറിയപ്പെട്ട കാര്യങ്ങളിൽ തർക്കിക്കാൻ പാടില്ല. ആ തർക്കമുണ്ടായാൽ നമ്മൾ കാഫിറായി പോകും, ഖാദിയാനികളെ പോലെ ആയി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതാണ് റസൂലുള്ള പറഞ്ഞത്, ഉമ്മത്തി സലാസം വസബഈന ഫിർആ. ആ തർക്കം എന്റെ സമുദായത്തിൽ അതിര് വിട്ട തർക്കമുണ്ടാവും. ജൂതന്മാർ 70 പരിധി വിട്ട് അതിലപ്പുറം 71 പിരിഞ്ഞു. എണ്ണത്തിന് മഫ്ഹൂമില്ല എന്നാണ് അറബി ഭാഷയിലെ പ്രയോഗം. 70 പറഞ്ഞാൽ 70 നിന്നും കണക്കാക്കണ്ട, പരിധിക്ക് അപ്പുറം ഭിന്നിക്കും ജൂതന്മാർ. അതിന് മേറെ ഒന്നുകൂടി ഭിന്നിക്കും ക്രിസ്ത്യാനികൾ. ഇപ്പൊ ക്രിസ്ത്യാനികളിൽ 2000 വിഭാഗങ്ങളുണ്ട്. പരസ്പരം കാഫിറാക്കുന്ന, പരസ്പരം പെണ്ണ് കൊടുക്കാത്ത, പരസ്പരം അവരുടെ ശ്മശാനത്തിൽ മറയടക്കാൻ സമ്മതിക്കാത്ത 2000 തരം ക്രിസ്ത്യാനികൾ ഇന്ന് ലോകത്തുണ്ട്. റസൂലുള്ള പറഞ്ഞ 72 അല്ല. റസൂലുള്ള പറഞ്ഞത് എണ്ണം വെച്ചിട്ടല്ല, പരിധിക്ക് അപ്പുറം ഭിന്നിപ്പ് ക്രിസ്ത്യാനികളിൽ ഉണ്ടാവും. മുസ്ലിമീങ്ങൾ അതിൻ്റെയും അപ്പുറം 73 കക്ഷികളായി പിരിയും. ആ കക്ഷി എന്ന് പറയുന്നത് ഈ പറയുന്ന സുന്നി അല്ലെങ്കിൽ ഷിയ അല്ലെങ്കിൽ ഖവാരിജ് അല്ലെങ്കിൽ മുജാഹിദ് അല്ലെങ്കിൽ ജമാഅത്ത് തബ്ലീഗ് എന്ന് പറഞ്ഞ ഭിന്നിപ്പല്ല. ഇസ്ലാമിക സൊസൈറ്റിയിൽ നിന്ന് പുറത്തു പോകുന്ന വിഭാഗം, ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഭിന്നിപ്പ്, അങ്ങനത്തെ ഭിന്നിപ്പ് ഇസ്ലാമിലുണ്ടാകും. അങ്ങനത്തെ കക്ഷികൾ എമ്പാടും ഉണ്ടാകും. അവർ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിൽക്കൂല. ഇസ്ലാമിക വൃത്തത്തിൽ നിൽക്കണ കൊണ്ടാ നമ്മ തമ്മിൽ തർക്കിക്കേണ്ടി വരുന്നത്. മുജാഹിദുകാരും ജമാഅത്തും തബ്ലീഗും ഒക്കെയായി തർക്കിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? അവർ ഇസ്ലാമിക വൃത്തത്തിന്റെ ഉള്ളിലാണ്. മറിച്ച് ഇവിടെ മറ്റുള്ള മതക്കാരുമായി നമ്മ തർക്കിക്കാൻ പോകൂല. എന്തുകൊണ്ട്? അതിന് നമുക്ക് അധികാരമില്ല. ഈ രാജ്യത്തെ നിയമം അത് അനുവദിക്കുന്നില്ല. മതത്തിന്റെ പുറത്തുള്ളവരായിട്ടൊന്നും വിവാദം ഏർപ്പെടാൻ നമുക്ക് കഴിയില്ല. തർക്കത്തിന് പോയാൽ പിടിച്ചുള്ളിലിടും. രാജ്യത്ത് ചിത്രതയുണ്ടാക്കി സമാധാന ജീവിതം തകർത്തു, മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയും. നമ്മളുടെ ഉള്ളിലുള്ളവരുമായിട്ടേ നമുക്ക് തർക്കിക്കാവൂ, പുറത്തുള്ളവരായിട്ട് നമുക്ക് തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ളവരുമായി ആ ഉള്ള സൗഹാർദ്ദം നമ്മൾ നശിപ്പിക്കാതെ, അവരെ കാഫിറാക്കാൻ ശ്രമിക്കാതെ നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ, ഐക്യത്തോടു കൂടെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ അഖീദ അടിസ്ഥാനപരമായി വിശ്വാസമായി ഷറഹുൽ അഖായിദ് പറഞ്ഞത് ലാ നുകഫിറു അഹദം മിൻ അഹ്ലിൽ കിബ്ര. പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ഒരാളെയും നമ്മൾ കാഫിറാക്കൂല. അവനെ പറ്റി കാഫിർ എന്ന് നമ്മൾ പറയൂല. വനുസല്ലി അലാ മൻ മാത മിൻ അഹ്ലിൽ കിബ്ല. കിബിലന്റെ അഹ്ലുകാരനായിട്ട് ആര് മരിച്ചാലും നമ്മൾ അവന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കും. ആ നിസ്കാരം ഹറാമാന്ന് നമ്മ പറയൂല എന്ന് നമ്മുടെ കിതാബുകളിൽ അടിസ്ഥാന കിതാബാ. അത് ഗണ്ണിക്കാനൊന്നും ആർക്കും കഴിയില്ല, എതിർക്കാൻ കഴിയാത്ത കിതാബുകളാ. ഈ ഷറഉൽ അഖായിദ് എന്നൊക്കെ പറയുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ്. അത് അംഗീകരിക്കാത്തവൻ സുന്നി ആകൂല. നമ്മുടെ ഇമാമുകൾ രേഖപ്പെടുത്തി വെക്കുന്നു. അതുകൊണ്ട് എൻ്റെ മുഅ്മിനുകളെ, നമ്മൾ വെറുപ്പിന്റെ, ഈ ശത്രുതയുടെ, അകൽച്ചയുടെ സിദ്ധാന്തങ്ങളൊക്കെ ഒന്ന് കൈവടിയുക. നമ്മൾ യഥാ രാജ തഥാ പ്രജ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഇന്ത്യയിൽ, സംസ്കൃതത്തിൽ. യഥാ രാജ തഥാ പ്രജ. രാജാവ് എങ്ങനെയാണോ അതുപോലെയാണ് ജനങ്ങളാവുക എന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ ആഭ്യന്തരമന്ത്രി, നമ്മുടെ ഭരണകൂടം വെറുപ്പിന്റെ ആളുകളായതോടുകൂടെ നമ്മളും വെറുപ്പിന്റെ ആളുകളായി മാറിയോ എന്ന് തോന്നുകയാണ്. നമ്മൾ വെറുക്കരുത്, നമ്മൾ മറ്റുള്ളവരോട് ശത്രുത കാണിക്കരുത്. ഒരു മുസ്ലിമിനോടും അഫ്ദലുൽ അഅ്മാലി ബഅദൽ ഈമാനി ബില്ലാ, അല്ലാഹുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാവുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ആ തവദ്ദുദിലിന്നാസി, മനുഷ്യന്മാരെ സ്നേഹിക്കലാണ്, വെറുക്കലല്ല. വെറുപ്പ് നമുക്കുണ്ടാവരുത്. ഒരാളെയും നമ്മൾ വെറുക്കരുത്. ഞങ്ങൾ വാട്സപ്പും ഫേസ്ബുക്കും അതൊക്കെ കാണുന്നവരാണല്ലോ. എനിക്ക് പരിചയമുള്ള നിലമ്പൂരുള്ള ഒരു സുഹൃത്ത്, ഒരു സഹോദരൻ, എനിക്ക് നന്നായി അറിയാം, എന്നെ നന്നായി അറിയാം. അവൻ്റെ വാപ്പാൻ്റെയും അവനും അവൻ്റെ വാപ്പയും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഫേസ്ബുക്കിൽ ഇപ്പൊ പെരുന്നാൾക്ക് ഞാൻ കണ്ട, വേദന കൊണ്ട് പറയാം. അവനും അവൻ്റെ വയസ്സായ വാപ്പയും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ ഫേസ്ബുക്കിലിട്ടപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു സുന്നി എഴുതി വെച്ചിരിക്കുക, നീ ജമാഅത്തുകാരനല്ലടാ കാഫറെ, നീയും നിന്റെ വാപ്പയും നരകത്തിലല്ലടാ. അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുക. നമ്മുടെ ഈമാൻ എവിടെ എത്തി മുഅ്മിനീങ്ങളെ? എന്ത് വൃത്തികെട്ട സംസ്കാരമാണ് നമ്മുടെ മൗലവിമാർ നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ഇതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പച്ചയിൽ പറഞ്ഞാൽ നമ്മുടെ മദ്രസയിലെ പുസ്തകത്തിലുണ്ടത്. അങ്ങനെ തന്നെയാ. കുനൂത്ത് ഓതാത്തവരൊക്കെ മുബ്തദികളാണെന്ന് ഞാൻ പഠിപ്പിക്കേണ്ടി വരികയാണ്. ഹനഫികൾ ഒറ്റൊന്നും സുബഹിക്ക് കുനൂത്ത് ഓതുന്നില്ല.
കുനൂത്ത് സുബൈക്ക് കുനൂത്ത് ഓതാത്തവരൊക്കെ ബിദ്അത്തുകാരാണ് എന്ന് പറഞ്ഞ ഹനഫികൾ മുഴുവൻ ബിദ്അത്തുകാരാകേണ്ടി വരും. അപ്പൊ പുസ്തകം എഴുതുന്നവർക്ക് ഈ അന്തമൊന്നുമില്ല, അവർക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വിടാന്നാണ്. അത് പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ കഴിയുന്നതനുസരിച്ച് അന്തമായ കുട്ടികളുടെ തലയിൽ ഇതൊക്കെ തന്നെ കയറുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മൾ ഒരാളെയും കാഫിറാക്കരുത്, കാഫിറാണ് പറയരുത് എന്നല്ല. അള്ളാഹിന്റെ റസൂല് പറഞ്ഞത്, ഒരാള് മറ്റൊരാളെ പറ്റി ആ കാഫിർ, എടാ കാഫിറെ എന്നൊരു മുഅ്മിനിനെ പറ്റി കാഫിറെ എന്ന് വിളിച്ചാൽ അവന് തെറി പറയും പോലെ അല്ല, എടാ തമ്മാടി അല്ലെങ്കിൽ എടാ എന്നൊക്കെ പറയല്ലേ നമ്മള്. അതുപോലെയല്ല കാഫിർ എന്ന വാക്ക്. ആ വാക്ക് അവന് യോജിക്കുന്നതല്ലെങ്കിൽ, അവന് കുഫർ ഇല്ലെങ്കിൽ ആ വാക്ക് പറഞ്ഞവരിലേക്ക് തന്നെ മടങ്ങി വരുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അള്ളാഹിന്റെ റസൂല് പഠിപ്പിക്കുന്ന ഗൗരവമുള്ള മുന്നറിയിപ്പ് നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ വായ കൊണ്ട് ഒരാളെ പറ്റി കാഫിർ എന്ന് പറയരുത്. കഴിവിന്റെ പരമാവധി ഇബ്ലീസിന്റെ പേരിൽ പോലും ലഅനത്ത് ചെല്ലൽ കറാഹത്താണ് എന്ന് ഇമാം ഗസാലി ഞങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ഇബ്ലീസിന്റെ പേര് കേട്ടാൽ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പണ്ടൊക്കെ പറയുമല്ലോ, അതുപോലും പറയണ്ട. എന്തിനാ നമ്മൾ പറയണത്? അല്ലെങ്കിലേ അവൻ ലഅനത്ത് ചെയ്യപ്പെട്ടവനാ, അല്ലാഹ് ശപിച്ചവനാ. നമ്മൾ അവനെ വീണ്ടും ശപിക്കേണ്ട ആവശ്യം എന്താ? ആ വാക്ക് പുണ്യമുള്ള വാക്കല്ല. ഇബ്ലീസിന്റെ പേരിലായാലും ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞാൽ കൂലി കിട്ടുന്നൊരു പുണ്യമൊന്നുമല്ല. പിന്നെ എന്തിന് നമ്മളത് പറയണം എന്ന ഇമാം ഗസാലി തങ്ങൾ തൻ്റെ ഇഹ്യയിൽ ചോദിക്കുന്നത്. അതുകൊണ്ട് അത്തരം വാക്കുകൾ വളരെ സൂക്ഷ്മതയോടുകൂടെ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. അപകടകരമായ, നമ്മുടെ ഈമാനിനെ നശിപ്പിക്കുന്ന, നമ്മെ കാഫിറാക്കുന്ന ഇത്തരം വാക്കുകൾ നമ്മൾ ഉപേക്ഷിക്കുക. എല്ലാവരെയും മുസ്ലിമാകാനും എല്ലാവരും മുഅ്മിനാവാനും എല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ നമ്മുടെ ജുമുഅ ശരിയാവൂല. നിങ്ങളൊക്കെ ആമീൻ പറയുന്നില്ലേ? അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. വിശ്വാസികളും വിശ്വാസിനികളുമായ ജമാഅത്തോ മുജാഹിദോ തബ്ലീഗോ സുന്നിയോ APയോ EKയോ എന്തോ ആവട്ടെ, മുഅ്മിനുകളായ അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, മുസ്ലിമീങ്ങളായ എല്ലാ ആണുകൾക്കും പെണ്ണുങ്ങൾക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാതെ ഒരു ഖുതുബ ശരിയാവാത്തത് കൊണ്ടാണ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ആ വാക്കുദ്ധരിക്കുന്നത്. ആ ദുആയിൽ ലോകത്തിന്റെ മുക്കുമൂലകളിലുള്ള എല്ലാ മുസ്ലിമീങ്ങളും പെട്ടിട്ടുണ്ട്. എൻ്റെ പാർട്ടിക്കാർക്ക് മാത്രമല്ല ആ ദുആ, നമ്മുടെ പാർട്ടിക്കാർക്ക് മാത്രമല്ല ആ ദുആ, ലോകത്തുള്ള എല്ലാ മുഅ്മിനുകൾക്കും എല്ലാ മുഅ്മിനാത്തുകൾക്കും നീ പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാതെ നമ്മുടെ ജുമാ ഖുതുബ പൂർത്തിയാവില്ലെന്ന് വരുമ്പോൾ എൻ്റെ മുഅ്മിനുകളെ നമ്മൾ ദ്വാരക്കണം മറ്റുള്ളവർ നന്നാവാൻ. അവരെ എങ്ങനെയെങ്കിലും നരകത്തിലാക്കാനല്ല നമ്മൾ ദ്വാരക്കേണ്ടത്, അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ്. അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും സ്വർഗക്കാരിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വഗ്ഫിർ ലനാ വലിവാലിദീന യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ.